നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രളയത്തിൽ വീട് നഷ്ടമായ കൂട്ടിക്കലിലെ 11 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി MLA ആർമി. വീടുകളുടെ താക്കോൽ കൈമാറി. തമ്പലക്കാടിന് ഉത്സവഛായ പകർന്ന് ജില്ലാ ക്ഷീരകർഷക സംഗമം. കന്നുകാലി പ്രദർശന മത്സരത്തിൽ വലിയ പങ്കാളിത്തം. കൗതുകം നിറഞ്ഞ ഡയറി എക്സിബിഷൻ. ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കണമെന്ന് മലയരയ മഹാസഭ. മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മലയരയർക്ക് നൽകണമെന്നും ആവശ്യം. കോട്ടയം നഗരത്തിലെ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം. കോടിമത ABC സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ. വാർത്തകൾ വിശദമായി. പ്രളയത്തിൽ വീടു തകർന്ന കൂട്ടിക്കലിൽ 11 വീടുകൾ നിർമ്മിച്ചു നൽകി MLA ആർമി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ താക്കോൽ കൈമാറി. പ്രളയം തകർത്ത കൂട്ടിക്കലിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയുടെ സർവീസ് ആർമിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച 11 വീടുകളുടെ താക്കോൽ കൈമാറി. 2021 ഒക്ടോബർ 16-നുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളിൽ വിവിധ മാനദണ്ഡങ്ങൾ മൂലം വീടുകൾ ലഭിക്കാതിരുന്ന 11 പേർക്കാണ് MLAയുടെ നേതൃത്വത്തിൽ വീടുകൾ നൽകിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് 32, 11, പാലാ റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് വീടുകൾ നിർമ്മിച്ചത്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുള്ളത്. ആരും ഒറ്റയ്ക്കല്ല, കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ എന്നുള്ള ബോധ്യം എല്ലാ തലമുറയ്ക്കും കൈമാറാൻ കഴിയുന്ന വലിയ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് 11 വീടാണ് നൽകുന്നതെങ്കിൽ ഇതിനോടകം 100 കണക്കിന് വീടുകൾ ഇവിടെ ഇത്തരത്തിൽ പ്രളയബാധിതരായവർക്ക് നൽകുവാൻ സാധിച്ചൊരു സ്ഥലമാണ് കൂട്ടിക്കൽ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. KJ തോമസ് ഉടമസ്ഥാവകാശ രേഖകൾ കൈമാറി. സൗജന്യമായി സ്ഥലം നൽകിയ CYA റൌഫ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ PM നജീബ്, കോൺട്രാക്ടർ ജോൺസൺ ഫിലിപ്പ്, എഞ്ചിനീയർ ബിനോയ് ജോസ് എന്നിവരെ ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകർ ആദരിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ കാരുണ്യഭവന പദ്ധതിയിൽ ലക്ഷ്യമിടുന്ന 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പാലാ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോഷി വെട്ടുകാട്ടിൽ, കോർഡിനേറ്റർ റെജി ജേക്കബ്, K ശ്രീനിവാസൻ, R രഘുനാഥ്, ഡോക്ടർ തോമസ് വാവാനിക്കുന്നിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് കർഷകരുടെ വൻ പങ്കാളിത്തത്തോടെ തുടരുന്നു. രാവിലെ കന്നുകാലി പ്രദർശന മത്സരവും ഡയറി എക്സിബിഷനും നടന്നു. ക്ഷീരകർഷകരുടെ മനസ്സിൽ ആഹ്ലാദവും ഉത്സവ പ്രതീതിയും നിറച്ച് ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് തുടരുന്നു. ക്ഷീരവികസന വകുപ്പ്, ക്ഷീര സഹകരണ സംഘങ്ങൾ, മിൽമ, കേരഫെഡ്, കേരള ഫീഡ്സ്, ത്രിതല പഞ്ചായത്തുകൾ, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തമ്പലക്കാട് നോർത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ജില്ലാ ക്ഷീരകർഷക സംഗമം നടക്കുന്നത്. ക്ഷീരോത്പാദനം സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്ഷീരസംഗമം നടത്തുന്നത്. ഇന്ന് രാവിലെ ക്ഷീരറാണി കന്നുകാലി പ്രദർശന മത്സരം നടന്നു. 100 കന്നുകാലികളാണ് മത്സരിച്ചത്. കിടാരി വിഭാഗത്തിൽ കുര്യാലപ്പുഴയിൽ നിധിൻ റോയിയുടെ കിടാരി 1ാം സ്ഥാനം നേടി. കൈതവയലിൽ ജോർജ് കുട്ടിയുടെ കിടാരി 2ാം സ്ഥാനവും ചെങ്ങളശ്ശേരി ബാബുവിന്റെ കിടാരി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ക്ഷീരകർഷകരുടെ വിജയഗാഥകളുടെ അവതരണം നടന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകൻ ഉഴവൂർ വട്ടമുകളൽ ബിജുമോൻ തോമസ്, ക്ഷീരകർഷക കുര്യനാട് സ്വദേശി രശ്മി മാത്യു, മികച്ച പട്ടികജാതി ക്ഷീരകർഷകർ വല്ലകം പത്തിലത്തറ ബാബു, യുവ ക്ഷീരകർഷകൻ തലയോലപ്പറമ്പ് സ്വദേശി സോണി S സോമൻ എന്നിവരാണ് വിജയഗാഥകൾ അവതരിപ്പിച്ച കർഷകർ. കോട്ടയം ജില്ലയിലെ 72 പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന 272 ക്ഷീരസംഘങ്ങളിലെ അംഗങ്ങൾ 3 ദിവസം നീളുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ ക്ഷീരകർഷക സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന ഡയറി എക്സിബിഷൻ കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നു. 14 സ്റ്റാളുകളാണുള്ളത്. തമ്പലക്കാട്ട് നടക്കുന്ന ജില്ലാ ക്ഷീരകർഷക സംഗമത്തോടനുബന്ധിച്ചുള്ള ക്ഷീരദർശനം ഡയറി എക്സിബിഷൻ ഏറെ ശ്രദ്ധേയമായി. 14 സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. എക്സിബിഷന്റെ കവാടത്തിലുള്ള പശുവിന്റെയും കിടാവിന്റെയും മാതൃക തന്നെ മനസ്സിന് കുളിർമ പകരും. കറവയന്ത്രങ്ങളായ ട്രോളി ടൈപ്പ്, മിനി മിൽക്കർ, ഫിക്സ് ടൈപ്പ് സിംഗിൾ ബെഞ്ച് എന്നിവയെക്കുറിച്ച് കാഴ്ചക്കാർക്ക് വിവരിച്ചു നൽകുന്നുണ്ടായിരുന്നു. കൂടാതെ ചാണകം ഉണക്കുന്ന യന്ത്രവും പ്രദർശിപ്പിച്ചു. ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളിൽ പുല്ലുകൾ, പാല് ഉൽപ്പന്നങ്ങൾ, പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണങ്ങൾ ഇവയെല്ലാം പ്രദർശിപ്പിച്ചു. കൂടാതെ വിവിധ കാലിത്തീറ്റ കമ്പനികളുടെ സ്റ്റാളുകളും OK കമ്പനികളുടെ സ്റ്റാളുകളും ഒരുക്കി. ഖാദി ബോർഡിന്റെ സ്റ്റാളും ഫലവൃക്ഷ തൈകളും പ്രദർശനത്തിലുണ്ടായിരുന്നു.
ശനിയാഴ്ച പകൽ 11:30 ക്ഷീരജ്വാല പൊതുസമ്മേളനം നടക്കും. സമ്മേളനത്തിൽ ജില്ലാ ക്ഷീരകർഷക സംഗമവും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ഓണമധുരം പദ്ധതിയുടെ ഉദ്ഘാടനവും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനാകും. യോഗത്തിൽ വിവിധ അവാർഡുകളുടെ വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആഗോള അയ്യപ്പ സംഗമം മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ വീണ്ടെടുപ്പാകണമെന്ന് മലയരയ മഹാസഭ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം സംഗമം കൈക്കൊള്ളണമെന്നും മലയരയ മഹാസഭ ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബറിൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ വീണ്ടെടുപ്പാകണമെന്ന് മലയരയ മഹാസഭ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശബരിമല അമ്പലം നിർമ്മിച്ച മലയരയ സമുദായത്തെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ബോധപൂർവം അവഗണിക്കുകയായിരുന്നു. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുടെ യഥാർത്ഥ ചരിത്രവും അവിടെ മലയരയർക്കുള്ള അവകാശവും ചർച്ചാ വിഷയം ആകണം. മലയരയ സമൂഹം ദീർഘനാളുകളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുന്ന അവകാശം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം സംഗമം കൈക്കൊള്ളണമെന്നും ഇവർ പറഞ്ഞു. മലയര സമുദായത്തിന്റെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണമെന്നുള്ളത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പൂർണ്ണമായിട്ടും മലയര സമുദായത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ സ്ഥാപകരായ മലയര സമുദായത്തെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡിൽ പലപ്പോഴും കടന്നുകൂടുന്നത്. 1949 വരെ ശബരിമല പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിച്ചിരുന്നത് മലയര സമുദായത്തിൽപ്പെട്ട പുത്തൻവീട്ടിൽ കുഞ്ഞൻ ആയിരുന്നു. ശേഷം ക്ഷേത്രം പന്തളം കൊട്ടാരത്തിലേക്കും തുടർന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്കും അവിടെ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായ അധികാരത്തിലേക്കും വന്നപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും മലയര സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കടുത്ത അനീതിയാണ്. ശബരിമലയുമായി പുലബന്ധം പോലും ഇല്ലാത്തവർ ദേവസ്വം ബോർഡ് അംഗങ്ങളായി നിയമിക്കപ്പെടുമ്പോൾ അമ്പലം നിർമ്മിച്ച് ആചാരങ്ങൾ നിശ്ചയിച്ച സമുദായത്തിന് എന്തുകൊണ്ട് ബോർഡിൽ ഒരു പ്രതിനിധിയെ പോലും നൽകാതെ അകറ്റി നിർത്തുന്നതെന്ന് അധികാരികൾ മറുപടി പറയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനാവില്ലെന്നും ചരിത്ര സത്യം ലോകം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും അവകാശ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ അയ്യപ്പ വിശ്വാസികളുടെ പിന്തുണ തേടുമെന്നും നേതാക്കൾ പറഞ്ഞു. സഭാ ട്രഷറർ MB രാജൻ, ജില്ലാ സെക്രട്ടറി KK രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സ്വാതി K ശിവൻ, സുബിൻ V അനിരുദ്ധൻ, TP അരുൺനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിലെ ജനജീവിതത്തിന് ഭീഷണിയായി വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിവേദനം. കോട്ടയം നഗരസഭാ സെക്രട്ടറി B അനിൽകുമാറിന് രാഷ്ട്രീയ ജനതാദൾ കോട്ടയം നിയോജക മണ്ഡലം ഭാരവാഹികളാണ് നിവേദനം നൽകിയത്. കോടിമതയിലെ ABC സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും നഗരത്തിൽ നിന്നും പിടികൂടുന്ന നായ്ക്കളെ 90 ദിവസം സെന്ററിൽ പാർപ്പിച്ച് പേവിഷബാധ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുറന്നുവിടാവൂ എന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. പാലാ ലാലം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികളെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ആയുസിന്റെ ബലം കൊണ്ട് വലിയൊരു അപായം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ലാലം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. പാലാ നഗരസഭ 3-ാം വാർഡിൽ കൊണ്ടാട്ടുകടവിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവമുണ്ടായത്. ലാലം പേണ്ടാനത്ത് രാജൻ കനിയപ്പിയുടെ മകൻ ഹൃഷാം രാജ്, സഹോദരിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന ആദിൽ എന്നിവരാണ് കൊണ്ടാട്ടുകടവിലെ ചെക്ക് ഡാമിൽ ഒഴുക്കിൽപ്പെട്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി. ഇവർ ഒഴുകിപ്പോകുന്നത് കണ്ട് ഇതുവഴി എത്തിയ ജലജ എന്ന സ്ത്രീയാണ് വിവരം അടുത്ത വീട്ടിൽ അറിയിച്ചത്. തുടർന്ന് നഗരസഭാ ചെയർമാനെ വിവരം അറിയിക്കുകയും പാലാ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തു. കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മറിഞ്ഞ് അങ്ങ് പോകുക. അത് കണ്ടപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞ് അവിടെ വീണടുത്തുനിന്നാണ് ഞാൻ എഴുന്നേറ്റ് ഓടുന്നത്. ഓടി ഇവിടെ വന്നേ ചെയ്യാം പൊക്കത്തിൽ കയറി ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആ ഇഞ്ചി ആണേലും വേണ്ടിയല്ല, മുള്ളു കൊണ്ടാലും കുഴപ്പമില്ല, നിങ്ങൾ ആ കൈ മുറുക്ക പിടിച്ചവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ പിടുത്തം കിട്ടി, ചേച്ചി ആരെയും വിളിക്കാം. അപ്പോഴത്തേനും ഞാൻ ഓടി ഇങ്ങോട്ട് ഇവിടെ വന്നു നെവിനെ വിളിച്ചു. ഇവരെല്ലാവരും ഓടി വന്നു. ഇവർക്ക് ആർക്കും വെള്ളത്തിൽ ചാടാനുള്ള ഇതില്ല. പിന്നെ എന്തെങ്കിലും ദാസൻ അവിടുന്ന് അപ്പുറത്ത് നിന്ന് ദാസൻ വന്ന് കയറുമായിട്ട് വന്നു. ദാസൻ ഓടി വെള്ളത്തിൽ ചാടിയപ്പോഴത്തേനും ഫയർഫോഴ്സ് അങ്ങനെ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളാണ്.
ഒഴുകിപ്പോയ കുട്ടികൾ തോടിന് വശത്തെ കാട്ടുചെടികളിൽ പിടിച്ചുകിടക്കുകയും പ്രദേശവാസികളായ ദാസൻ, ശങ്കരൻകുട്ടി, നീന്തൽ താരമായ കെവിൻ എന്നിവർ ചേർന്ന് ഇവരെ കരയ്ക്ക് കയറ്റുകയുമായിരുന്നു. ചെക്ക് ഡാമിന്റെ മറുകരയിൽ കുടുങ്ങിയ ഇരുവരെയും ഫയർഫോഴ്സ് വടം കെട്ടി കുറുകെ കടത്തി മറുകരയിൽ എത്തിച്ചു. സംഭവം അറിഞ്ഞ് നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി നടപ്പാക്കുന്ന പെൺകുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊൻകുന്നം രാജേന്ദ്ര മൈതാനത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പീരുമേട് MLA വാഴൂർ സോമന്റെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങ് വെട്ടിക്കുറച്ചിരുന്നു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ പാലായിലെ ക്യാമ്പ് സിറ്റിംഗ് പുനഃസ്ഥാപിക്കാൻ നടപടികളില്ല. ഇതോടെ പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവർ വടവാതൂരിലെ ഉൾപ്രദേശത്ത് പ്രവർത്തിക്കുന്ന സിറ്റിംഗിൽ പോകേണ്ട അവസ്ഥയാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ പാലായിലെ ക്യാമ്പ് സിറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടികളില്ല. ഉപഭോക്തൃകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ സംഘടനകൾ ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് മുന്നറിയിപ്പൊന്നുമില്ലാതെ നിർത്തിവെച്ചത് പരാതി നൽകുവാൻ ആഗ്രഹിക്കുന്നവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. എല്ലാ മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയായിരുന്നു പാലായിൽ സിറ്റിംഗ് നടന്നിരുന്നത്. പാലായിലെ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും കോടതികൾ മൂന്നാനിയിലെ കോടതി സമുച്ചയത്തേക്ക് മാറ്റിയപ്പോൾ ബാർ അസോസിയേഷൻ ഹാളായി പ്രവർത്തിച്ചിരുന്ന മുറി ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ സിറ്റിംഗ് ക്യാമ്പായി മാറ്റുകയായിരുന്നു. എല്ലാ മാസവും നിരവധി കേസുകൾ ഇവിടെ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. പാലായിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നിരവധി ആളുകൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു മാസത്തിലൊരിക്കൽ പാലായിൽ നടത്തിവന്നിരുന്ന സിറ്റിംഗ്. നിലവിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കോട്ടയത്ത് വടവാതൂരിൽ ഉൾപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫോറം സിറ്റിംഗിൽ പോകണം. ഉപഭോക്തൃ കേസുകൾ പാലായിൽ അധികം അഭിഭാഷകരൊന്നും കൈകാര്യം ചെയ്യാറില്ല. ക്യാമ്പ് നിർത്തിയതോടെ മറ്റ് സ്ഥലങ്ങളിലെ അഭിഭാഷകരെ കണ്ടെത്തേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. കേസുകൾ ഓൺലൈനിൽ വാദിക്കാമെങ്കിലും ഫയൽ ചെയ്യണമെങ്കിൽ വടവാതൂരിൽ എത്താതെ നിർവാഹമില്ല. മാസത്തിൽ ഒരു തവണ പോലും പാലായിൽ സിറ്റിംഗ് നടത്താൻ കഴിയാത്തതിന് കാരണമൊന്നും കൃത്യമായി വ്യക്തമാക്കാതെയാണ് സംസ്ഥാന ഫോറത്തിന്റെ നിർദ്ദേശപ്രകാരം സിറ്റിംഗ് അവസാനിപ്പിച്ചത്. പാലായിലെ സിറ്റിംഗ് പുനരാരംഭിക്കണമെന്നും നീതി തേടുന്ന ഉപഭോക്താക്കൾക്ക് ഇതിനുവേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. പുതുപ്പള്ളി തലപ്പാടി തൊട്ടിയിൽ വീട്ടിൽ എബ്രഹാം ചാക്കോ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം നാളെ പകൽ 12 മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം എറികാട് CSI പള്ളി സെമിത്തേരിയിൽ. പരേതൻ ക്യാബിനറ്റ് ന്യൂസ് കോട്ടയം ബ്യൂറോ ക്യാമറാമാൻ എബിന്റെ പിതാവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയത്തിൽ വീട് നഷ്ടമായ കൂട്ടിക്കലിലെ 11 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി MLA ആർമി. വീടുകളുടെ താക്കോൽ കൈമാറി. തമ്പലക്കാടിന് ഉത്സവഛായ പകർന്ന് ജില്ലാ ക്ഷീരകർഷക സംഗമം. കന്നുകാലി പ്രദർശന മത്സരത്തിൽ വലിയ പങ്കാളിത്തം. കൗതുകം നിറഞ്ഞ് ഡയറി എക്സിബിഷൻ. ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരയർക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കണമെന്ന് മലയരയ മഹാസഭ. മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മലയരയർക്ക് നൽകണമെന്നും ആവശ്യം. കോട്ടയം നഗരത്തിലെ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം. കോടിമത ABC സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.